ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്നൊരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് നമുക്ക് 2 അനിയനും പിന്നെ 1-2 ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ ആണ്. അത് വലിയ വലിയ ക്യൂബ്സ് ആയിട്ട് മുറിക്കുക. എണ്ണ ഒഴിച്ചു അതിലേക്ക് ഉള്ളിയും നമ്മുടെ മുറിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ഇടാം. അതിൻ്റെ കൂടെ ഒരു 1-1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞ് അതിനകത്ത് ഇടാം. പിന്നെ ഓൾറെഡി നല്ല വൃത്തിയായിട്ട് ഒരു 3-4 തവണ ചിക്കൻ കഴുകണം. അതിൻ്റെ ബ്ലഡിൻ്റെ അംശമൊക്കെ നന്നായി കഴുകി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അതും കൂടി ഇട്ട് തീരെ വെള്ളം ഒഴിക്കേണ്ട. വെള്ളം ഒഴിക്കാതെ ഈ വെജിറ്റബിളിൻ്റെ ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പാകത്തിന് ഉപ്പ് ഇടാം, എന്നിട്ട് വേവിച്ചെടുക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് മല്ലിയും തേങ്ങയൊക്കെ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കടായിലേക്ക് എണ്ണ ഒഴിച്ചു. പിന്നെ 2-3 കഷ്ണം സവാളയും പിന്നെ 2-3 പോട് വെളുത്തുള്ളി ഇടുക. പിന്നെ ഒരു കഷ്ണം പട്ടയുടെ ഒരു കഷ്ണം, 3-4 ക്ലോവ്, ചിരകിയ തേങ്ങ ഇടുക. പിന്നെ ഹോളായിട്ടുള്ള മല്ലി ഇടുക. പിന്നെ നമ്മൾ സ്റ്റാറിൻ്റെ ഒരു പെറ്റലും പിന്നെ കുറച്ച് കുരുമുളകും എല്ലാം കൂടി ഇട്ടൊന്ന് നന്നായി ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ആക്കി എടുക്കാം. ഈ ഫ്രൈ ആക്കി എടുക്കുന്നതിൻ്റെ പാകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടിയിൽ പിടിക്കാനോ കരിയാനോ ഒന്നും പാടില്ല. കറുത്ത കളറ് വരാനേ പാടില്ല. നല്ലൊരു നീറ്റായിട്ടുള്ള ബ്രൗണിഷ് കളറിൽ ആക്കിയിട്ട് നമുക്ക് വറുത്ത് മാറ്റി വെക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ജീരകവും പെരുംജീരകവും ഒരു 1/4 സ്പൂൺ വീതം ഇട്ടണേ, പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇത് എന്നിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് വെന്ത ചിക്കനിലേക്ക് നമ്മൾ ഈ പേസ്റ്റ് ആഡ് ചെയ്യാണ്. വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ മിക്സി ജാറും കൂടെ കഴുകിയിട്ടുള്ള ആ വെള്ളം കൂടെ ആഡ് ചെയ്യാം. നന്നായി ഒന്ന് തിളച്ച് യോജിപ്പിച്ച് ഇതുപോലെ മേലെ ഇങ്ങനെ എണ്ണ തെളിയുമ്പോഴേക്ക് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഞാനിതിൽ വെറും എണ്ണ തൂവിയിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കൊപ്ര ഉണ്ടെങ്കിൽ കൊപ്ര ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് പിന്നെ ഉള്ളി നല്ല ചോക്കെ വറുത്ത് കൊപ്രയും ഉള്ളിയും കൂടെ വറുത്തിട്ടും ഇതിലേക്ക് ഇടാം. അപ്പോഴും നല്ല ടേസ്റ്റാണ്. ചപ്പാത്തി, പൊറോട്ട, ചോറ് എല്ലാറ്റിനും പറ്റിയ നല്ലൊരു നാടൻ കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ. നാട്ടിലെ കല്യാണത്താലിൻ്റെ നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടി ഉണ്ടാകുന്ന ഒരു കറിയാണിത്. നല്ല ടേസ്റ്റാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.